ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. റെസിപ്പി എന്ന് പറയാൻ മാത്രമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ള പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് നല്ല പഴുത്ത 2 പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴമായാലും മതി കേട്ടോ. നമുക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടി പറ്റുന്ന ചെറുപഴത്തിലൊക്കെ പെട്ട ഏതായാലും മതിയാകും. ഇത് തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസാക്കി മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര 2-3 ടേബിൾ സ്പൂൺ, എത്രയാണോ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം കട്ടി വേണം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതൽ തണുപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഐസ് എടുക്കുന്നില്ല, അത് നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് കുറച്ചൊരു കൊക്കോ പോപ്സ് ആണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. കുട്ടികൾക്ക് പാലിലൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലെക്സ് ഒക്കെ വാങ്ങിക്കില്ല, അതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണിത്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കോൺഫ്ലെക്സ് ഒക്കെ പോലെ തന്നെ നമ്മളെ പൊരിയിൽ ഏകദേശം ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വന്ന പോലുള്ളൊരു സംഭവമാണ് കേട്ടത്. ഇതില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അവൽ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ പറയാം. സാധാരണ നമ്മൾ ഇതുപോലത്തെ പോപ്സ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് കുടിക്കലാണല്ലോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ജ്യൂസായിട്ട് വരുന്ന സമയത്ത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വലിയ റെസിപ്പി ആയിട്ടല്ല, പക്ഷേ എന്തോ വെറുതെ പാലിൽ കുടിക്കുന്നതൊക്കെ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് തോന്നി, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ കോക്കോ പപ്സ് ഒന്നും ഇല്ലെങ്കിൽ സാധാരണ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന അവിലുണ്ടല്ലോ, അതൊരു ഇത്തിരി ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുത്തിട്ട് ഏകദേശം ഒരു പൊരിയാവിലൊക്കെ പോലെ തോന്നുന്നതാണ്. ഇത് അതിന് പകരം ഉപയോഗിക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് അല്ല, ഏകദേശം നമ്മൾ അവിൽ മിൽക്കിൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അവിൽ മിൽക്ക് ഇത് നമ്മൾ എന്താ വ്യത്യാസം എന്നുള്ളത്. ശരിക്കും അവിൽ മിൽക്കിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അതിലാകുമ്പം കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഇത് സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം കുറച്ച് ഗ്ലാസ്സിലേക്ക് കോക്കോ പപ്സ് അല്ലെങ്കിൽ വറുത്തിട്ടുള്ള അവിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പൊരി വറുത്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മേലെ ഇട്ട് കൊടുക്കുക. നമുക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഒന്നുമില്ല, മിക്സ് ആക്കിയിട്ട് കഴിച്ചാൽ മാത്രം മതി. ഇനി ഇടയ്ക്ക് കടിക്കാൻ വേണമെങ്കിൽ കപ്പലണ്ടിയോ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കണം കേട്ടോ. അവിൽ മിൽക്കൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ജ്യൂസിലിരുന്നിട്ട് കുതിർന്നു പോയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളൊക്കെ ചെയ്ത് പരിചയമുള്ളത് തന്നെയായിരിക്കും. എന്നാൽ ആർക്കെങ്കിലും പുതുതായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്